ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മെയ് മാസം 1-ാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടുകൂടി മേടരാശിയിൽ നിന്ന് വ്യാഴം ഇടവരാശിയിലേക്ക് മാറുന്നത് ചിങ്ങക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം. ഈ മകം, പൂരം, ഉത്രംകാല ഈ 3 നക്ഷത്രങ്ങളാണ് ഈ ചിങ്ങക്കൂറിലുള്ളത്. ഇപ്പോൾ ഇവർക്ക് ഇതുവരെ ഭാഗ്യസ്ഥാനത്തായിരുന്നു വ്യാഴം, വളരെ അനുകൂലനായിരുന്നു. അത് പല നേട്ടങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഈ വർഷം ഏപ്രിൽ വരെയുള്ള ഒരു വർഷം പല നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ നേടിത്തന്നു. വീട്, ഭൂമി, ജോലിയിലും ഉള്ള ഉയർച്ച, ധനനേട്ടം, ഭാഗ്യാനുകൂല്യം, അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ തുടങ്ങിയ പല വളരെ നല്ല ഫലങ്ങൾ തന്നു. എന്നാൽ ഇപ്പോൾ ഈ മെയ് മാസം 1-ാം തീയതി 10-ാം ഭാവമായ കർമ്മസ്ഥാനത്തേക്കാണ് മാറുന്നത്. പൊതുവെ ഗോചരപ്രകാരം 10-ാം ഭാവത്തിൽ വ്യാഴം അത്ര നന്നല്ല. എന്നാൽ ജൂലൈ പകുതി വരെയുള്ള കാലങ്ങളിൽ വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കുന്നുണ്ടേ, 10-ൽ നിന്നാലും. ആകയാൽ വ്യാഴം 9-ൽ എന്ന പോലെ വളരെ അനുകൂലനായി തന്നെ ജൂലൈ പകുതി വരെയും അനുഗ്രഹം തരുന്നതാണ്. എന്നാൽ ജൂലൈ പകുതി കഴിഞ്ഞാൽ കർമ്മസ്ഥലത്ത് ചില മാറ്റങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. ജോലി നഷ്ടമാകുന്നതിന് സാധ്യതയില്ല എങ്കിലും ചില സ്ഥാനമാറ്റങ്ങളെ, പ്രൊഫൈൽ ചേഞ്ചോ ആകെയോ അതൊക്കെ ആയാലും മതി. ഒരു ചേഞ്ചുണ്ട്, ഒരു മാറ്റം ജോലി സ്ഥലത്തെ. പിന്നെ നല്ല കാര്യത്തിനായിട്ടാണെങ്കിലും ധനച്ചെലവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. ഉന്മേഷക്കുറവ് തുടർച്ചയായിട്ടുണ്ടാകാം. ആഹാരം മൂലം ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. വീടോ വാഹനമോ ഒന്ന് വാങ്ങിക്കുന്നതിന് ഒന്ന് നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും ഇടയുണ്ട്. ജാതകത്തിൽ വ്യാഴം അനുകൂലരായവർക്ക് ബിസിനസ് മൂലം നല്ല നേട്ടങ്ങൾ, ധനലാഭം, യശസ്, ഉന്നത ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ, സമ്പർക്കം, ഭാഗ്യം അനുകൂലമായിട്ട് വരിക, മത്സരങ്ങളിലൊക്കെ നല്ല വിജയിച്ച് യശസ് നേടുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ചെയ്യേണ്ടി വരിക, കേസുകളോ മറ്റോ ഉണ്ടായാൽ അത് അനുകൂലമായ വിധി ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ ജാതകത്തിൽ വ്യാഴൻ അശുഭനാണെങ്കിൽ വ്യാപാരത്തിൽ അധികമായ നഷ്ടം ഉണ്ടാകുക, അപവാദം കേൾക്കേണ്ടി വരിക, കർമ്മസ്ഥലം മാറേണ്ടി വരിക തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. ഗുരു ജാതകത്തിൽ അശുഭനാണെങ്കിൽ 10-ൽ സഞ്ചരിക്കുന്ന കാലം പുതിയ ബിസിനസ് തുടങ്ങുന്നതോ ഉള്ളതിനെ വിപുലീകരിക്കുന്നതോ ഒന്നും അത്ര നല്ലതല്ല, പാടില്ലാതെ. അത് നഷ്ടത്തിലേ കലാശിക്കുകയുള്ളൂ. അതുപോലെ വിദ്യാർത്ഥികൾക്കും ആലസ്യം കൂടുകയും പഠിപ്പിലെ പുരോഗതി കുറയുകയും മറ്റും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വ്യാഴൻ അവരുടെ രാശിയിൽ അവരുടെ ജാതകത്തിൽ അനുകൂലനല്ല എങ്കിൽ. ദോഷപരിഹാരാർത്ഥമായിട്ട് ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിലെ വ്യാഴാഴ്ച ദിവസങ്ങളിലോ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിലോ ഒക്കെ സഹസ്രനാമാർച്ചന ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ പാൽപ്പായസം വഴിപാട് നടത്തുക. പിന്നെ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. വിഷ്ണു അഷ്ടോത്തര ശതം ആയാലും മതി, അത് ജപിക്കുക. പിന്നെ നെയ്വിളക്ക്, തുളസിമാല, വിഷ്ണു, ഇതൊക്കെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുക.
ഇതുകൊണ്ടൊക്കെ ദോഷങ്ങൾക്ക് കുറവുണ്ടാകുന്നതാണ്. ഇതിലൊക്കെ ശക്തമായിട്ടുള്ളതാണ് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നുള്ളത്. അതിപ്പോൾ സഹസ്രനാമ സ്തോത്രം ആദ്യം മുതൽ ജപിക്കേണ്ട കാര്യമില്ല. ഈ നാമാവലി എന്നും പറഞ്ഞൊരു അധ്യായമുണ്ട്, ഒരു ഭാഗമുണ്ട്, അത് മാത്രം ജപിച്ചാൽ മതി. ഒരു 10-12 മിനിറ്റ് എടുക്കുകയുള്ളൂ. എന്നും ഒരേ സമയത്ത് അത് ജപിക്കാൻ നോക്കുക. കാലത്തോ വൈകിട്ടോ എപ്പോഴായാലും കുഴപ്പമില്ല, നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. പക്ഷേ ഒരേ സമയത്ത് ചെയ്യുക. അത് എന്നും ജപിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ ശക്തമായ ഒരു രക്ഷാ കവചം തന്നെയാണ് നിങ്ങൾക്ക് അതുമൂലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നാമജപം ചെയ്യുക. ഈ വഴിപാടുകളിൽ ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും ചെയ്താൽ മതി, ദോഷങ്ങളും മാറിക്കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ശുഭമസ്തു. ഓം